ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 29-ാമത്തെ അധ്യായം, അതിന് 38-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥൈകോനത്രിംശോऽധ്യായഃ. പ്രാചീനബർഹിരുവാച ഭഗവംസ്തേവചോസ്മാഭിർന സമ്യഗവഗമ്യതേ കവയസ്തദ്വിജാനന്തി ന വയം കർമ്മമോഹിതാഃ. നാരദ ഉവാച പുരുഷം പുരഞ്ജനം വിദ്യാദ്യവ്യനക്ത്യാത്മനഃ ഏകദ്വിത്രിചതുഷ്പാദം ബഹുപാദമപാദകം യോ വിജ്ഞാതാഹൃതസ്തസ്യ പുരുഷസ്യ സഖേശ്വരഃ യെന്ന വിജ്ഞായതേ പുംഭിർനാമഭിർവാ ക്രിയാഗുണൈഃ. സഖായ ഇന്ദ്രിയഗണാജ്ഞാനം കർമ്മചയൽകൃതം സഖ്യസ്തദ്വൃത്തയ പ്രാണഃ പഞ്ചവൃത്തിർയഥോരുഗഃ ബൃഹദ്ബലം മനോവിദ്യാത് ഉഭയേന്ദ്രിയ നായകം പഞ്ചാലാഃ പഞ്ചവിഷയാ യന്മധ്യേ നവഖം പുരം. അക്ഷിണീനാസികേ കർണൗ മുഖം ശിശ്നഗുദാവിതി ദ്വേ ദ്വേ ദ്വാരോ ബഹിര്യാതി യസ്തദിന്ദ്രിയ സംയുതഃ. അക്ഷിണീനാസികേ ആസ്യമിതി പഞ്ചപുരകൃതാഃ ദക്ഷിണാ ദക്ഷിണകർണ ഉത്തരാ ചോത്തരസ്മൃതഃ. പശ്ചിമേ ഇത്യധോദ്വാരൗ ബുധം ശിശ്നമിഹോച്യത്തെ ഖദ്യോതാവിർമുഖീ ചാത്ര നേത്രേ ഏകത്ര നിർമ്മിതേ. രൂപം വിഭ്രാജിതം താഭ്യാം വിചഷ്ടേ ചക്ഷുഷേശ്വരഃ. നളിനീ നാളിനീ നാസേ ഗന്ധസൗരഭ ഉച്യത്തെ ഘ്രാണോവധൂതോ മുഖ്യാസ്യം വിപണോ വാഗ്രസദ്വിദ്രസഃ. आपणो व्यवहारोऽत्र चित्रमन्थो बहूदनं पितृहुर्दक्षिणकर्ण उत्तरो देवः स्मृता. प्रवृत्तं च निवृत्तं च शास्त्रं पञ्चालसंनिधं पितृयानं देवयानं श्रोत्रात् श्रुतिधरादु व्रजेद्. आसुरी मेढ्रमर्वाग्व्याद् व्यवायो ग्रामीणां रतिः उपस्थो दुर्मदप्रोक्तो नृतिर्गुद उच्यते. वैशसं नरकं पायुर्लुब्धकोन्धौ तु मे शृणु हस्तपादौ पुमांस्ताभ्यां युक्तो याति करोति च. अन्तःपुरं च हृदयं विशूचिर्मन उच्यते तत्र मोहं प्रसादं वा हर्षं प्राप्नोति तद्गुणैः. यथा यथा विक्रियते गुणाक्तो विकरोति वा तथा तथोपदृष्टात्मा तद्वृत्ति अनुकार्यते. देहो रथस्तिन्द्रियाश्व संवत्सररयो गति द्विकर्मचक्रस्त्रिगुणध्वज पञ्चासु बन्धुरः. मनोरश्मिर्बुद्धिसूतो हृन्नीडो द्वन्द्वकूबरः पञ्चेन्द्रियार्थप्रक्षेप सप्तधातुवरूथकः. आकूतिर्विक्रमो बाह्व्यो मृगतृष्णां प्रधावति एकादशेन्द्रियचमूः पञ्चसूना विनोदकृत्. संवत्सरश्चण्डवेगकालो येनोपलक्षितः तस्याः अनीह गन्धर्वा गन्धर्व्यो रात्रयस्मृताः हरन्त्यायुपरिक्रान्त्या षष्ट्युत्तरशतत्रयम्. कालकन्याजरा साक्षां लोकस्तां नाभिनन्दति स्वस्वारं जगृहे मृत्युः क्षयाय यवनेश्वरः. आधयो व्याधयस्तस्य सैनिका यवनाश्चराः भूतोपसर्गाशुरयः प्रज्वारो द्विविधो ज्वरः. एवं बहुविधैर्दुःखैर्दैवभूतात्मसम्भवैः क्लिश्यमानः शतं वर्षं देहे देही तमोवृतः. प्राणेन्द्रियमनोधर्मानात्मन्यध्यास्य निर्गुणः शेते कामलवान्ध्यायन् ममाहमिति कर्मकृत्. यदात्मानमविज्ञाय भगवन्तं परं गुरुं पुरुषस्तु विषज्येता गुणेषु प्रकृते स्वदृक्. गुणाभिमानी सतदा कर्माणि कुरुते वशः शुक्लं कृष्णं लोहितं वा यथा कर्माभिजायते. शुक्लाल् प्रकाशभूयिष्ठान् लोकानाप्नोति कर्हिचिल् दुःखोदर्कान् क्रियायासा समस्तस्तमः शोकोल्कडान् क्वचिल् पुमान् क्वचिच्च स्त्री क्वचिन्नोभय अन्धधी
ദേവോ മനുഷ്യസ്ഥിര്യഗ്വാ യഥാ കർമ്മഗുണം ഭവഃ. ക്ഷുൽപരീതോ യഥാ ദീനസ് സാരമേയോ ഗൃഹം ഗൃഹം ചരൻ വിന്ദന്തി യദ്ദിഷ്ടം ദണ്ഡമോദനമേവ വാ. തഥാ കാമാശയോ ജീവ ഉച്ഛാവച പഥാ ഭ്രമൻ ഉപര്യധോ വാ മധ്യേ വാ യാതി ദിഷ്ടം പ്രിയാ പ്രിയം. ദുഃഖേഷ്വേകതരേണാപി ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ ന വ്യവച്ഛേദ സ്യാച്ചേത്തൽ പ്രതിക്രിയാ. യഥാ ഹി പുരുഷോ ഭാരം ശിരസാ ഗുരുമുദ്വഹൻ തം സ്കന്ധേന സ ആധത്തെ തഥാ സർവാः പ്രതിക്രിയാः. നൈകാന്തത പ്രതീകാരകർമ്മണാം കർമ്മ കേവലം ദ്വയം ഹ്യവിദ്യോപസൃതം സ്വപ്നേ സ്വപ്ന ഇവാനഘാ. അർത്ഥേ ഹ്യവിദ്യമാനേപി സംസൃതിർന നിവർത്തതേ മനസാ ലിംഗരൂപേണ സ്വപ്നേ വിചരതോ യഥാ. അഥാത്മാനോർത്ഥഭൂതസ്യ യതോനർത്ഥപരമ്പരാ സംസൃതിസ്തദ്വ്യവച്ഛേദോ ഭക്ത്യാ പരമയാ ഗുരൗ. വാസുദേവേ ഭഗവതി ഭക്തിയോഗസമാഹിതഃ സധ്രീചീനേന വൈരാഗ്യം ജ്ഞാനം ച ജനയിഷ്യതി. സോചിരാദേവരാജശ്രേ സ്യാദച്യുതകഥാശ്രയഃ ശൃണ്വത ശ്രദ്ധധാനസ്യ നിത്യദാ സ്യാദ് അധീയതഃ. യത്ര ഭാഗവതാരാജൻ സാധവോ വിശദാശയാഃ ഭഗവത് ഗുണാനുകഥനശ്രവണവ്യഗ്രചേതസഃ. ഇതാണ് എടുക്കാനുള്ള 39ാമത്തെ ശ്ലോകം. യത്ര ഭാഗവതാരാജൻ സാധവോ വിശദാശയാഃ ഭഗവത് ഗുണാനുകഥനശ്രവണവ്യഗ്രചേതസഃ. അടുത്ത ശ്ലോകം കൂടി അതിൽ വരും. തസ്മിൻ മഹൻ മുഖരിതാ മധുഭിച്ചരിത്രപീയൂഷശേഷസരിത പരിതസ്രവന്തി തായേ പിബന്ധ്യവിതൃഷോ നൃപഗാഢകർണൈഃ സ്ഥാന്ന സ്പൃശന്ത്യശനതൃഭയശോകമോഹാഃ. തസ്മിൻ മഹൻ മുഖരിതാ മധുഭിച്ചരിത്രപീയൂഷശേഷസരിത പരിതസ്രവന്തി തായേ പിബന്ധ്യവിതൃഷോ നൃപഗാഢകർണൈഃ സ്ഥാന്ന സ്പൃശന്ത്യശനതൃഡ് ഭയശോകമോഹാഃ. അപ്പോൾ ഭക്തിയോഗമാണ്. അച്യുത അലയോ രാജശ്രീ ആ മഹാവിഷ്ണുവിൻ്റെ കഥകളെ ആശ്രയിച്ച് ആ ഭക്തിയോഗം താമസമന്യേ ഉണ്ടാകുന്നതാണ്. ഭക്തിയോഗം എളുപ്പത്തിൽ ഉണ്ടാകുന്നതാണ്. സോചിരാദേവരാജശ്രേ സ്യാദച്യുത കഥാശ്രയ. ഭഗവാൻ അച്യുതൻ്റെ കഥകളെ ആശ്രയിച്ചാൽ ആ ഭക്തിയോഗം പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. പതിവായിട്ട് അത് ശ്രദ്ധയോടെ കേൾക്കുന്നവനും അതുപോലെ പഠിക്കുന്നവനും. ശൃണ്വത ശ്രദ്ധധാനസ്യ നിത്യദാ സ്യാദ് അധീയത. പഠിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ആ ഭക്തിയോഗം എളുപ്പത്തിൽ സാധിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര ഭാഗവതാരാജൻ സാധവോ വിശദാശയാഃ ഭഗവത് ഗുണാനുകഥനശ്രവണവ്യഗ്രചേതഃ. അല്ലയോ രാജൻ, ആ ഗുണാനുകഥനശ്രവണം, ആ ഭഗവാന്റെ ഗുണങ്ങളെ സ്തുതിക്കുന്നതിലും ആ ശ്രവിക്കുന്നതിലും വെമ്പൽ കൊള്ളുന്നവർ, വ്യഗ്രചേതസ, ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നവർ ശുദ്ധ മനോഗതിയുള്ളവരും, അങ്ങനെയുള്ളവർ ശുദ്ധ മനോഗതിയുള്ളവരായിട്ട് തീരും. എത്ര ഭാഗവതാരാജൻ സാധവോ വിശദാശയാ ഭഗവത് ഗുണാനുകഥനശ്രവണം വ്യഗ്രചേതസ. അങ്ങനെയുള്ളവർ മനഃശുദ്ധിയുള്ളവരായിട്ട് തീരുന്ന. തസ്മിൻ മഹൻ മുഖരിതാ മധുഭിച്ചരിത്രം പീയൂഷശേഷസരിത പരിതസ്രവന്തി തായേ പിബന്തി അവിതൃഷോ നൃപഗാഢ കർണൈസ്താന്ന സ്പൃശന്ത്യശനസ്ത്രിഭയശോകമോഹാഃ. എവിടെയാണോ അവിടെ ആ മഹാത്മാക്കളുടെ മുഖത്ത് നിന്ന് ആ ഭഗവാന്റെ കഥാമൃതമാകുന്ന തെളിനീരെഴുന്ന ആ നദികൾ നാലുപാടും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അല്ലയോ രാജാവേ, ആ ആശ തീരാത്തവരായിട്ട് ശ്രദ്ധയോടെ ചെവികളിലൂടെ ആരാണോ ആ ഭഗവത് കഥകളെ പാനം ചെയ്യുന്നത് അവരെ ആ വിശപ്പ്, ദാഹം, ഭയം, ശോകം, മോഹം ഇവയൊന്നും സ്പർശിക്കുന്നില്ല എന്നാണ്.
പറയുന്നത്. തസ്മിൻ മഹൻ മുഖരിതാ മധുഭിച്ചരിത്രം, മഹാന്മാരുടെ മുഖത്ത് നിന്നും ആ ഭഗവാന്റെ ചരിത്രം പീയൂഷശേഷസരിത പരിതസ്രവന്തി, അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. തായേ പിബന്ധ്യ, അതിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുക. വിദൃശോ നൃപഗാഠ കർണയിൽ, കർണത്തിലൂടെ അതിനെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് അവർ സ്പൃശന്ത്യ സ്പൃശന്തി, സ്പർശിക്കുന്നില്ല. എന്ത് സ്പർശിക്കുന്നില്ല? ആശനം, വിശപ്പ്, ദാഹം, ഭയം, ശോകം, മോഹം തുടങ്ങിയ, അതാണ് ത്രിഡ് ഭയ ശോകമോഹ. ഭയം, ശോകം, മോഹം ഇവയൊന്നും അവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തെ പദങ്ങൾ ഹേ രാജൻ, എത്ര ഭാഗവതാ രാജൻ, ഹേ രാജൻ അല്ലയോ രാജാവേ, ഭഗവത് ഗുണാനുകഥന ശ്രവണ വ്യഗ്രചേതസഹ, ഭഗവാന്റെ ആ ഗുണങ്ങളെ സ്തുതിക്കുന്നതിലും ശ്രവിക്കുന്നതിലും വെമ്പൽ കൊള്ളുന്നവരും വിശദാശയാഹ ശുദ്ധമനോഗതിയുള്ളവരും, ആ ഭാഗവതോത്തമന്മാരും ഉത്തമന്മാരും ആയിരിക്കുന്ന ആ സജ്ജനങ്ങൾ, സാധവ, ആ സജ്ജനങ്ങൾ എത്ര എവിടെയോ, തസ്മിൻ അവിടെ, എവിടെയാണോ ആ ഭാഗവതന്മാരായിരിക്കുന്ന സജ്ജനങ്ങളുള്ളത് അവിടെ മഹന്മുഖരിതാഹ, മഹാത്മാക്കളുടെ മുഖത്ത് നിന്ന് ചരിത്രപീയൂഷശേഷസരിത, അവരിൽ മഹാത്മാക്കളിൽ നിന്നും ഭഗവത് കഥാമൃതമാകുന്ന തെളിനീരെഴുന്ന നദികൾ ആണ്. ഭഗവത് ചരിത്ര പീയൂഷശേഷസരിത, ഭഗവത് കഥാമൃതമാകുന്ന ഒഴുകുന്ന നദികൾ പരീത, നാലുപാടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉള്ള സ്ഥലത്ത് ആ ഭഗവാന്റെ കഥകൾ അങ്ങനെ നാലുപാടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹേ നൃപ, അല്ലയോ രാജാവേ, അവിതൃഷ, ആശ തീരാത്തവരായിട്ട്, ഗാഠകർണൈഹി, ശ്രദ്ധയോടെ ആ ചെവികളിലൂടെ, യേ ആർത്താഹ, അവ പിബന്തി, പാനം ചെയ്യുന്നുവോ, താൻ അവരെ, അശന ത്രിഡ് ഭയ ശോക മോഹ, വിശപ്പ്, ദാഹം, ഭയം, ശോകം, മോഹം ഇവയൊന്നും സ്പൃശന്തി, സ്പർശിക്കുന്നില്ല. എന്നുകൂടി പറയാത്ത പദങ്ങൾ, ഹേ രാജൻ, അല്ലയോ രാജാവേ, ഭഗവത് ഗുണാനുകഥന ശ്രവണ വ്യഗ്രചേതസഹ, ഭഗവാന്റെ ഗുണഗണങ്ങളെ സ്തുതിക്കുന്നതിലും ശ്രവിക്കുന്നതിലും വെമ്പൽ കൊള്ളുന്നവരും, വിശദാശയാഹ ശുദ്ധമനോഗതിയുള്ളവരും, ഭാഗവതാഹ ഭാഗവതോത്തമന്മാരും ആയിരിക്കുന്ന സാധവ സജ്ജനങ്ങൾ, എത്ര എവിടെയോ, തസ്മിൻ അവിടെ, മഹന്മുഖരിതാഹ മഹാത്മാക്കളുടെ മുഖത്തു നിന്ന്, മധുഭിച്ചരിത്ര പീയൂഷശേഷസരിത, ആ ഭഗവത് കഥാമൃതമാകുന്ന തെളിനീരെഴുന്ന ആ നദികൾ, പരീത, നാലുപാടും സ്രവന്തി, ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹേ നൃപ, അല്ലയോ രാജാവേ, അവിതൃഷ, ആശ തീരാത്തവരായിട്ട്, ഗാഠകർണൈഹി, ശ്രദ്ധയോടെ ചെവികളിലൂടെ, യേ ആര്, താഹ അവ, പിബന്തി പാനം ചെയ്യുന്നുവോ, താൻ അവരെ, അശന ത്രിഡ് ഭയ ശോകമോഹ, വിശപ്പ്, ദാഹം, ഭയം, ശോകം, മോഹം ഇവയൊന്നും സ്പൃശന്തി, സ്പർശിക്കുന്നില്ല. അതിലത്തെ അന്വയം വന്നിട്ട്, ഹേ രാജൻ, ഭഗവത് ഗുണാനുകഥന ശ്രവണ വ്യഗ്രചേതസഹ വിശദാശയാഹ ഭാഗവതാഹ സാധവഃ യത്ര തസ്മിൻ മഹന്മുഖരിതാഹ മധുഭിച്ചരിത്രപീയൂഷശേഷസരിതഃ പരീതഃ സ്രവന്തി. ഹേ നൃപ, അവിദൃശഃ ഗാഠകർണൈഃ യേ താഃ പിബന്തി, താൻ അശന ത്രിഡ് ഭയ ശോകമോഹാഃ ന സ്പൃശന്തി. എന്നുകൂടി പറയാം. ഹേ രാജൻ, ഭഗവത് ഗുണാനുകഥന ശ്രവണ വ്യഗ്രചേതസഃ വിശദാശയാഃ ഭാഗവതാഃ സാധവഃ യത്ര തസ്മിൻ മഹന്മുഖരിതഃ മധുഭിച്ചരിത്രപീയൂഷശേഷസരിതഃ പരീതഃ സ്രവന്തി. ഹേ നൃപ, അവിദൃശഃ ഗാഠകർണൈഃ യേ താഃ പിബന്തി, താൻ അശന ത്രിഡ് ഭയ ശോകമോഹാഃ ന സ്പൃശന്തി. അല്ലയോ രാജൻ, ആ ഭഗവാന്റെ ആ ഗുണഗണങ്ങളെ സ്തുതിക്കുന്നതിലും ശ്രവിക്കുന്നതിലും വെമ്പൽ കൊള്ളുന്നവരും ശുദ്ധമനോഗതിയുള്ളവരും ഭാഗവതോത്തമന്മാരും ആയിരിക്കുന്ന സജ്ജനങ്ങൾ എവിടെയോ അവിടെ മഹാത്മാക്കളുടെ മുഖത്തു നിന്നും ഭഗവത് കഥാമൃതമാകുന്ന തെളിനീരെഴുന്ന നദികൾ
നാലുപാടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അല്ലയോ രാജാവേ, ആശ തീരാത്തവരായിട്ട് ശ്രദ്ധയോടെ ചെവികളിലൂടെ ആർ അവയെ പാനം ചെയ്യുന്നുവോ അവരെ വിശപ്പ്, ദാഹം, ഭയം, ശോകം, മോഹം ഇവയൊന്നും സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അല്ലയോ രാജർഷേ, സദാസമയവും ഭഗവത് കഥകൾ ശ്രദ്ധിക്കുക, പഠിക്കുക ഇത്യാദികളിലൂടെ ഭക്തിയുണ്ടാകും. അല്ലയോ രാജൻ, സജ്ജനങ്ങളും വ്യക്തമായിരിക്കുന്ന ഉദ്ദേശത്തോടു കൂടിയവരും ആയിരിക്കുന്ന ഭാഗവതോത്തമന്മാർ ആ ഭഗവത് കഥകളെ ആഖ്യാനം ചെയ്യുവാനും ശ്രവിപ്പാനും വളരെ താല്പര്യം ഉള്ളവരാണ്. അല്ലയോ രാജൻ, മഹാഭാഗവതന്മാരുടെ മുഖത്തു നിന്ന് നിർഗളിക്കുന്ന വാക്കുകളിൽ കൂടി ആ ഭഗവത് കഥകളാകുന്ന അമൃതരസപരിപൂരിതങ്ങളായിരിക്കുന്ന അരുവികൾ നാനാദിശകളിലേക്കും പ്രവഹിക്കുന്നു. ആ ചരിത്രങ്ങൾ എത്ര തന്നെ കേട്ടാലും മതിവരില്ല. കർണങ്ങളാൽ ആ അമൃതരസം വീണ്ടും വീണ്ടും പാനം ചെയ്യുന്ന പുണ്യാത്മാക്കളെ വിശപ്പ്, ദാഹം, ഭയം, ശോകം, മോഹം ഇത്യാദികൾ സ്പർശിക്കുകയില്ല. വിശപ്പ്, ദാഹം ഇത്യാദികളാൽ എന്നും ക്ലേശിക്കുന്നവർ അതിൻ്റെ ശമനത്തിന് സ്വയമേവ ഹരികഥകളെ ആശ്രയിക്കാറില്ല. അപ്രകാരം ഒരു പരിഹാരം ഉണ്ടെന്ന് അറിയാകയാൽ അതിനെ പറ്റിയിട്ട് അറിവില്ലാത്തതിനാൽ അതിന് സജ്ജന സംസർഗം അത്യാവശ്യം ആണെന്നും ആണ് ഇവിടെ അതിൻ്റെ ഭാവം, ആ ശ്ലോകത്തിൻ്റെ ഭാവം. സജ്ജന സംസർഗം കൊണ്ടേ വിശപ്പും ദാഹവും മാറാൻ ഹരികഥ ഉപകരിക്കൂ എന്ന് മനസ്സിലാവും. അപ്പോൾ രാജർഷേ, ശ്രദ്ധയുള്ളവനും ഭഗവത് ലീലകൾ കേൾക്കുന്നവനും അത് അധ്യയനം ചെയ്യുന്നവനുമായിരിക്കുന്ന വ്യക്തികൾക്ക് ആ ഭക്തി അദ്ദേഹത്തിൻ്റെ ലീലയെ ആശ്രയിച്ച് പെട്ടെന്ന് ലഭിക്കുന്നു. രാജൻ, ഏതൊരു ദിക്കിൽ പരിശുദ്ധ അന്ധക്കരണന്മാരും ഭഗവാന്റെ ഗുണകീർത്തനങ്ങളിൽ തൽപരനും ആയിരിക്കുന്ന ആ പരമഭക്തന്മാർ വർത്തിക്കുന്നു, അവിടെയാണ് ആ ഭക്തി അനായാസേന ഉണ്ടാകുന്നത്. അവിടെ മഹാത്മാക്കളാൽ വർണ്ണിക്കപ്പെട്ട ഭഗവത് ലീലാമൃതം മാത്രം ഒഴുകുന്ന ആ പരിശുദ്ധ നദികൾ ചുറ്റും ഒഴുകുന്നു. എത്ര പാനം ചെയ്താലും മതിവരാത്ത മട്ടിൽ ശ്രദ്ധാപുരസരം ആർ അവ കർണങ്ങളാൽ പാനം ചെയ്യുന്നുവോ അവർക്ക് വിശപ്പോ, ദാഹമോ, ഭയമോ, ശോകമോ, മോഹമോ ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കഥാശ്രവണം എവിടെ സാധിക്കും എന്നുപദേശിക്കുന്ന രാജൻ, അന്ധക്കരണം പരിശുദ്ധ നിമിത്തം ഭഗവത് കഥകളെ കീർത്തിക്കുന്നതിലും കേൾക്കുന്നതിലും അതിതാൽപര്യമുള്ളവരും സദാചാരനിഷ്ഠയുള്ളവരും സാധുക്കളുമായിരിക്കുന്ന ഭഗവത് ഭക്തന്മാർ എവിടെ ഉണ്ടായിരിക്കുമോ അവിടെ കഥാശ്രവണം സുലഭമാകുന്നു. സജ്ജന സമാജത്തിൽ മഹാന്മാരുടെ മുഖത്തിൽ നിന്നും പുറപ്പെടുന്ന ആ ഭഗവത് ചരിത്ര അമൃത നദികൾ ഏത് ഭാഗത്ത് കൂടിയും സുലഭമായി ഒഴുകിക്കൊണ്ടിരിക്കും. ഹേ രാജൻ, ശ്രദ്ധാപൂർവം അവയെ ശ്രോത്രങ്ങളിൽ കൂടി പാനം ചെയ്യുന്നവരെ വിശപ്പ്, ദാഹം, ഭയം, ശോകം, മോഹം എന്നീ വൃത്തികളൊന്നും ബാധിക്കുകയില്ല ാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ വ്യാഖ്യാനം നോക്കാം. വാസുദേവേ ഭഗവതി ഭക്തിയോഗോ വൈരാഗ്യം ജ്ഞാനം ച ജനയിഷ്യതി എന്ന് പറഞ്ഞു. ഭക്തിയോഗോ അച്യുത കഥാ ശൃണ്വത ശ്രദ്ധദാനസ്യ എന്ന് പറഞ്ഞു. ഭക്തിയോഗേന സ്വച്ഛാന്തകരണാഹ, ഭക്തിയോഗത്തിൽ കൂടി അന്ധകരണം ശുദ്ധി വന്നിട്ട് ഭാഗവതന്മാർ ആയിരിക്കുന്ന സജ്ജനങ്ങൾ എത്ര ഭവന്തി, എവിടെയുണ്ടോ, എവിടെയൊക്കെ ഭവിക്കുന്നു അവിടെ തത്ര സാധൂനാം മുഖാൽ, അവിടെ സാധുക്കളുടെ, അവിടെ സജ്ജനങ്ങളുടെ മുഖത്ത് നിന്നും നിർഗതം കഥാമൃതം യേ കർണൈ, നിർഗമിക്കുന്ന ആ ഭഗവത് കഥാമൃതത്തെ ആരാണോ കർണങ്ങളിൽ കൂടി പിബന്തി, അതിനെ കുടിക്കുന്നത്, തേഷാം അവർക്ക് മോഹാദയോ നശ്യന്തി, അവരുടെ ശോകമോഹാദികളെ നശിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഭക്തിയോഗേന സ്വച്ഛാന്തകരണാഹ, ഭക്തിയോഗം കൊണ്ട് സ്വന്തം അന്ധക്കരണം ഭാഗവതാഹ പരിശുദ്ധമായിട്ട് സ്വച്ഛമായിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന അന്ധകരണത്തോടു കൂടിയിരിക്കുന്ന ഭാഗവതന്മാരായ സാധുക്കൾ സജ്ജനങ്ങൾ എവിടെ ഭവിക്കുന്നുവോ ഭവന്തി തത്ര അവിടെ സാധൂനാം സാധുക്കളുടെ സജ്ജനങ്ങളുടെ മുഖത്ത് നിന്നും സാധൂനാം മുഖാത് നിർഗതം, അവിടെ സജ്ജനങ്ങളുടെ മുഖത്ത് നിന്നും നിർഗതം ആയിരിക്കുന്ന കഥാമൃതം ഭഗവത് കഥാമൃതം
യേ കർണൈഹി ആരാണോ കർണങ്ങളിൽ കൂടി പിബന്തി യേ കർണൈഹി പിബന്തി തേഷാം അവരുടെ ശോകമോഹാദയോ നശ്യന്തി അവരുടെ ശോകമോഹങ്ങളൊക്കെ നശിക്കുന്നു. അപ്പോൾ ഭക്തിയോഗേന സ്വച്ഛാന്തകരണാ ഭാഗവതാ സാധവോ യത്ര ഭവന്തി തത്ര സാധൂനാം മുഖാത് നിർഗതം കഥാമൃതം യേ കർണൈഹി പിബന്തി തേഷാം ശോകമോഹാദയോ നശ്യന്തി എന്നാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. 40-ാമത്തെ ശ്ലോകം എടുത്തു. അപ്പോൾ 41-ാമത്തെ ഏതൈരുപദ്രുതോ നിത്യം ജീവലോകസ്വഭാവജൈ ന കരോതി ഹരേർനൂനം കഥാമൃതനിധൗ രതിം. ഏതൈരുപദ്രുതോ നിത്യം ജീവലോകസ്വഭാവജൈ ന കരോതി ഹരേർനൂനം കഥാമൃതനിധൗ രതിം. അപ്പോൾ സ്വഭാവം കൊണ്ട് നൈസർഗികങ്ങളായിരിക്കുന്ന സ്വഭാവജൈഹി നൈസർഗികങ്ങളായിരിക്കുന്ന ഇതുകളാൽ സഹജം ആയിരിക്കുന്ന ഈ സ്വഭാവത്താൽ ഇതുകളാൽ എപ്പോഴും ദ്രോഹിക്കപ്പെടുന്ന ആ ജീവജാലം സഹജമായിരിക്കുന്ന ഈ എന്തുകൊണ്ട് വിശപ്പ് ദാഹം ശോകം മോഹം എന്നൊക്കെ പറയുന്ന ആ ഭാവങ്ങളാൽ ദ്രോഹിക്കപ്പെടുന്ന ജീവന്മാർക്ക് എപ്പോഴും അതൊക്കെ ഉണ്ടാവും. അതിങ്ങനെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അവർ. അങ്ങനെ ദ്രോഹിക്കപ്പെടുമ്പോൾ ശ്രീഹരിയുടെ കഥാമൃതം ആകുന്ന സമുദ്രത്തിൽ ആസക്തിയെ ചെയ്യുന്നില്ല. അതിങ്ങനെ ഇതൊക്കെ വരുമ്പോൾ വിശപ്പും ദാഹവും ഇതൊക്കെ വരുമ്പോൾ ആ ശ്രീഹരിയെ മാത്രം ഓർക്കുന്നില്ല. ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളും ധനം ഉണ്ടാക്കേണ്ട കാര്യങ്ങളും അവനവൻ്റെ സുഖം ആസ്വാദനത്തിനുള്ള കാര്യങ്ങളുമൊക്കെയാണ് മോഹം തീർക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഭഗവാനെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവരെ ഓർക്കുന്നില്ല. ഇതൊരു സമുദ്രമാണെന്നർത്ഥം. ഈ ശോകം മോഹം ഭയം അശനം വിശപ്പ് ദാഹം ശോകം മോഹം എന്നൊക്കെ തുടങ്ങിയിരിക്കുന്ന ആ ഭാവങ്ങളൊക്കെ ആ ജീവന്മാരിൽ ഒരു വലിയ എന്താ പറയുക ഉപദ്രവമാണ്. ആ ഉപദ്രവം ആ ജീവജാലങ്ങളുടെ ഉപദ്രവം ശ്രീഹരിയുടെ കഥാമൃതം ആകുന്ന സമുദ്രത്തിൽ ആസക്തിയെ ആ കഥാമൃത അതിലുള്ള ഒരു ആസക്തി അതിൽ ഉണ്ടാക്കി തീർക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഏതൈരുപദ്രുതോ നിത്യം ജീവലോക സ്വഭാവജൈഹി ന കരോതി ഹരേർനൂനം കഥാമൃത നിധൗ രതിം. അപ്പം സ്വഭാവജൈഹി നൈസർഗികങ്ങളായിരിക്കുന്ന ഏതൈഹി ഇതുകളാൽ നിത്യം എപ്പോഴും ഉപദ്രുത ദ്രോഹിക്കപ്പെടുന്ന ജീവലോക ആ ജീവലോകം ഹരേഹെ ശ്രീഹരിയുടെ കഥാമൃതനിധൗ കഥാമൃതമാകുന്ന സമുദ്രത്തിൽ രതിം ആസക്തിയെ ന കരോതി ചെയ്യുന്നില്ല നൂനം ഇത് തീർച്ചയാണെന്നർത്ഥം. അപ്പോൾ സ്വഭാവജൈഹി നൈസർഗികങ്ങളായിരിക്കുന്ന ഏതൈഹി ഈ ഭാവങ്ങളാൽ അതായത് ആ അശനത്രിഭയശോകമോഹ ഭാവങ്ങളാൽ നിത്യം എപ്പോഴും ഉപദ്രുത ദ്രോഹിക്കപ്പെടുന്ന ജീവലോക ജീവജാലങ്ങൾ ഹരേഹെ ആ ശ്രീഹരിയുടെ കഥാമൃതനിധൗ കഥാമൃതമാകുന്ന സമുദ്രത്തിൽ ആസക്തിയെ രതിം ന കരോതി ആ ആസക്തിയെ ചെയ്യുന്നില്ല. ഇത് തീർച്ചയാണ്. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് സ്വഭാവജൈഹി ഏതൈഹി നിത്യം ഉപദ്രുത ജീവലോക ഹരേഹെ കഥാമൃതനിധൗ രതിം ന കരോതി നൂനം. എന്നുകൂടി പറയാം. സ്വഭാവജൈഹി ഏതൈഹി നിത്യം ഉപദ്രുത ജീവലോക ഹരേഹെ കഥാമൃതനിധൗ രതിം ന കരോതി നൂനം. നൈസർഗികങ്ങളായിരിക്കുന്ന ഇതുകളാൽ എപ്പോഴും ദ്രോഹിക്കപ്പെടുന്ന ആ ജീവജാലം ശ്രീഹരിയുടെ കഥാമൃതമാകുന്ന സമുദ്രത്തിൽ ആസക്തിയെ ചെയ്യുന്നില്ല. ഇത് തീർച്ചയാണെന്നർത്ഥം. അപ്പോൾ നമുക്ക് ഒന്നും കൂടിയും കഴിഞ്ഞ ശ്ലോകങ്ങളുടെ അർത്ഥത്തോട് കൂടിയിട്ട് നോക്കാം. അല്ലയോ രാജശ്രേ സദാസമയം ഭഗവത് കഥകൾ ശ്രദ്ധിക്കുക പഠിക്കുക ഇത്യാദികളിലൂടെ ഭക്തി ഉണ്ടാകും. അല്ലയോ രാജൻ സജ്ജനങ്ങളും വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയവരുമായിരിക്കുന്ന ഭാഗവതോത്തമന്മാരെ ആ ഭഗവത് കഥകളെ ആഖ്യാനം ചെയ്യുവാനും ശ്രവിപ്പാനും വളരെ താല്പര്യമുള്ളവരാണ്. അല്ലയോ രാജൻ ആ മഹാഭാഗവതന്മാരുടെ മുഖത്ത് നിന്ന് നിർഗളിക്കുന്ന വാക്കുകളിൽ കൂടി ആ ഭഗവത് കഥകളാകുന്ന അമൃതരസ പൂരിതങ്ങളായ ആ അരുവികൾ നാനാദിശകളിലേക്കും പ്രവഹിക്കുന്നു. ആ ചരിത്രങ്ങൾ എത്ര തന്നെ കേട്ടാലും മതി വരില്ല.
കർണങ്ങളാൽ ആ അമൃതരസം വീണ്ടും വീണ്ടും പാനം ചെയ്യുന്ന പുണ്യാത്മാക്കളെ വിശപ്പ്, ദാഹം, ഭയം, ശോകം, മോഹം ഇത്യാദികൾ സ്പർശിക്കുകയില്ല. വിശപ്പ്, ദാഹം ഇത്യാദികളെ കൊണ്ട് എന്നും ക്ലേശിക്കുന്നവർ, ഇതാണ് ഉപദ്രവം എന്ന് പറഞ്ഞത്. വിശപ്പാദികളെ കൊണ്ട് എന്നും ക്ലേശിക്കുന്നവർ അതിൻ്റെ ശമനത്തിന് സ്വയമേവ ഹരികഥകളെ ആശ്രയിക്കാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ 41ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്രകാരം ഒരു പരിഹാരം ഉണ്ടെന്ന് അറിയാകയാൽ, സാധാരണക്കാർക്ക് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ അത് അറിയായകയാൽ അതിന് അസജ്ജന സംസർഗം ആവശ്യമാണെന്ന് ആണ് ഇവിടെ ആ ഭാവം വരുന്നത്. അപ്പോൾ ഭഗവത് ഭക്ത സംസർഗം കൊണ്ടല്ലാതെ ആ ഭഗവത് കഥാരതി സിദ്ധിക്കുകയില്ല. ജന്മജന്മാന്തരകൃത പാപങ്ങൾ ഫലങ്ങളായിട്ട് സ്വതസിദ്ധങ്ങളായിരിക്കുന്ന കാമക്രോധ വൃത്തികളാൽ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ജീവലോകം സകല സന്താപങ്ങളെയും നശിപ്പിച്ച് അമൃതത്വത്തെ നൽകുന്നതിന് സമർത്ഥമായിരിക്കുന്ന ആ ഭഗവത് കഥാമൃത നിധിയിൽ താല്പര്യമുള്ളവരായിട്ട് ഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികങ്ങളായിരിക്കുന്ന ക്ഷുൽപിപാസാദികളാൽ നിത്യവും ക്ലേശിച്ചു കൊണ്ടിരിക്കുന്ന ജീവരാശി ആ ഭഗവാന്റെ ലീലാസമുദ്രത്തിൽ സ്വയം രതി ചെയ്യുകയില്ല. അത് തീർച്ചയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ ഏതൈ ഉപദ്രുതോ ഇപ്രകാരം ഇവകളെ കൊണ്ട് ഉപദ്രവിക്കപ്പെടുന്ന ഈ ജീവജാലങ്ങളെ ഹരികഥാമൃത നിധൗ പ്രീതിം ന കരോതി, ആ കഥാമൃതമാകുന്ന ആ നിധിയിൽ പ്രീതി ഉള്ളവരായിട്ട് കാണുന്നില്ല. ഇങ്ങനെ ഈ ഉപദ്രവങ്ങൾ സഹിക്കുന്നവരെ ഏതൈരുപദ്രുതോ യസ് ഹരികഥാമൃതനിധൗ പ്രീതിം ന കരോതി, അവർക്ക് ഹരികഥാമൃതത്തിലെ പ്രീതി ഉണ്ടാവുന്നില്ല. ഏതൈരുപദ്രുതോ യസ് ഹരികഥാമൃതനിധൗ പ്രീതിം ന കരോതി എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ വരുന്നത്. ഇനി അടുത്ത് 42, 43, 44 ശ്ലോകങ്ങൾ ഒതിച്ചിട്ടാണ്. പ്രജാപതിപതി സാക്ഷാൽ ഭഗവാൻ ഗിരിശോ മനുഃ ദക്ഷാദയ പ്രജാധ്യക്ഷ നൈഷ്ഠികാസനകാദേഹ. പ്രജാപതിപതി സാക്ഷാൽ ഭഗവാൻ ഗിരിശോ മനുഃ ദക്ഷാദയ പ്രജാധ്യക്ഷ നൈഷ്ഠികാസനകാദേഹ. ഇവർ ഈ പറയപ്പെടുന്നവരൊക്കെ എന്നർത്ഥം. മരീചിരത്ര്യങ്കിരസൗ പുലസ്ത്യ പുലഃ ക്രതുഃ ഭൃഗുർവസിഷ്ഠ ഇത്യേതേ മദന്താ ബ്രഹ്മവാദിനഃ. മരീചിരത്ര്യങ്കിരസൗ പുലസ്ത്യ പുലഃ ക്രതുഃ ഭൃഗുർവസിഷ്ഠ ഇത്യേതേ മദന്താ ബ്രഹ്മവാദിനഃ. അദ്യാപി വാചസ്പതയസ്തപോ വിദ്യാസമാധിഭിഃ പശ്യന്തോപി ന പശ്യന്തി പശ്യന്തം പരമേശ്വരം. അപ്പോൾ പ്രജാപതികളുടെ സൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മാവ്, സാക്ഷാൽ ഭഗവാൻ ശ്രീപരമേശ്വരൻ, മനു, ദക്ഷാദികളായിരിക്കുന്ന പ്രജാപതികൾ, മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ എന്നിവർ തൊട്ടിട്ട് നാരദൻ വരെയുള്ള ആ ബ്രഹ്മവാദികൾ, തപസ്, വിദ്യാസമാധി ഇത്യാദികളാൽ തത്വങ്ങളെ പ്രതിപാദിക്കാൻ വാചാലതയുള്ളവർ, എന്നിങ്ങനെ അമഹാന്മാരായിട്ടുള്ളവർ ആ ഭഗവാൻ മഹാത്മ്യം അറിയുവാൻ പരിശ്രമിക്കും. ഇവരൊക്കെ ഭഗവാന്റെ മഹാത്മ്യത്തെ അറിയുവാൻ പരിശ്രമിക്കുന്നവരാണ്. അവർ അതിനെ ദർശിക്കുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ട് ആ സാക്ഷാൽ ഈശ്വരൻ ആരെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അത്രയും ഇവരൊക്കെ എല്ലാവരും തന്നെ ആ ഭഗവാന്റെ പിന്നാലെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ആ ഭഗവാന്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത്രയ്ക്കും മഹാത്മ്യമാണ് ആ ഭഗവാനുള്ളതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രജാപതിപതി സാക്ഷാൽ പ്രജാപതിപതി എന്ന് പറഞ്ഞാൽ പ്രജാപതികളുടെ സൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മാവ്, സാക്ഷാൽ ഭഗവാൻ പരമേശ്വര ഗിരിശോ, ആ പരമേശ്വരൻ, മനു, സ്വയംഭൂമനു, ദക്ഷാദികളെ, പ്രജാപതികളെന്നർത്ഥം, പ്രജാപതികളെ, പിന്നെ നൈഷ്ഠിക ബ്രഹ്മചാരികളായിരിക്കുന്ന സനകാദികളെ, മരീചി, പിന്നെ ഋഷിമാരെ പറയുകയാണ്. മരീചി, അത്രി, അങ്കിരസ, പുലസ്ത്യ, പുലഃ, ക്രതുഃ, ഭൃഗു, വസിഷ്ഠ ഇവരൊക്കെ. പിന്നെ അതുപോലെ ഇത്യന്തേ മദന്ത, നാരദൻ വരെയുള്ള ആ ബ്രഹ്മവാദികൾ, നാരദൻ വരെയുള്ള ബ്രഹ്മവാദികൾ
ആ തപസ്, വിദ്യ, സമാധി ഇത്യാദികളാൽ തത്വങ്ങളെ പ്രതിപാദിക്കാൻ വാചാലതയുള്ളവരാണ് എന്നിങ്ങനെ ആ മഹാത്മാക്കളായിട്ടുള്ളവർ ഭഗവൻ മഹാത്മ്യം അറിയുവാൻ പരിശ്രമിക്കുന്നു. പക്ഷേ അവർ അതിനെ ദർശിക്കുന്നുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടും സാക്ഷാൽ ഈശ്വരൻ ആരെന്ന് മനസ്സിലാക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ സാക്ഷാൽ പ്രജാപതിപതി, സാക്ഷാൽ ബ്രഹ്മദേവൻ, ഭഗവാൻ ഗിരിശ, ജ്ഞാനാദി പരിപൂർണ സ്വരൂപനായിരിക്കുന്ന ശിവൻ, മനുഹു സ്വയംഭുവ മനു, ദക്ഷാദയ ദക്ഷൻ മുതലായിട്ടുള്ള പ്രജാധ്യക്ഷാഹ പ്രജാപതികൾ, നൈഷ്ഠികാഹ നിത്യബ്രഹ്മചാരികളായിരിക്കുന്ന സനകാദേഹ സനകൻ മുതലായിട്ടുള്ളവർ, മരീചി മരീചി, അത്രി അങ്കിരസൗ അത്രി അങ്കിരസ്, പുലസ്ത്യ പുലസ്ത്യൻ പുലഹ പുലഹൻ, ക്രതു ക്രതു, ഭൃഗു ഭൃഗു, വസിഷ്ഠ വസിഷ്ഠൻ, ഇതി ഏതേ എന്നിവരും, മദന്താഹ ബ്രഹ്മവാദിന ഞാൻ വരെയുള്ള വേദനിപുണന്മാരും, വാചസ്പതയ വാക്കുകളെ ബഹുവിധ യുക്തികളിൽ പ്രയോഗിപ്പാൻ കഴിയുന്നവർ, വാചസ്പതയ എന്നർത്ഥം വാക്കുകളെ ബഹുവിധ യുക്തികളിൽ പ്രയോഗിപ്പാൻ കഴിയുന്നവർ, അദ്യാപി ഇപ്പോഴും, തപോവിദ്യാസമാധിഭി തപസ്, ഉപാസന, സമാധി എന്നിവ കൊണ്ടും, പശ്യന്തഃ അപി കാണുവാൻ പരിശ്രമിക്കുന്നുവെങ്കിലും, പശ്യന്തഃ അപി എന്ന് പറഞ്ഞാൽ കാണുവാൻ പരിശ്രമിക്കുന്നു എങ്കിലും, പശ്യന്തം പരമേശ്വരം കണ്ടുകൊണ്ടിരിക്കുന്ന ആ സർവേശ്വരനെ ന പശ്യന്തി സാക്ഷാത്തായിട്ട് അവർ അറിയുന്നില്ല. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ മുഴുവനായിട്ട് അദ്ദേഹത്തെ പറ്റിയിട്ട് അവർക്ക് അറിവില്ല എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം, സാക്ഷാൽ പ്രജാപതിപതി, സാക്ഷാൽ ബ്രഹ്മദേവൻ, ഭഗവാൻ ഗിരിശ ജ്ഞാനാദി പരിപൂർണനായിരിക്കുന്ന ശിവൻ, മനു സ്വയംഭുവ മനു, ദക്ഷാദേഹ ദക്ഷൻ മുതലായിരിക്കുന്ന പ്രജാധ്യക്ഷ പ്രജാപതികൾ, നൈഷ്ഠികാഹ നിത്യബ്രഹ്മചാരികളായിരിക്കുന്ന സനകാദികൾ സനകാദേഹ സനകൻ മുതലായിട്ടുള്ളവർ, മരീചി മരീചി, അത്രി അങ്കിരസ്, പുലഹൻ പുലസ്ത്യൻ, ക്രതു ഭൃഗു, വസിഷ്ഠൻ ഇതി എന്നിവരും, മദന്താഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മവാദിന, മദന്താഹ ബ്രഹ്മവാദിന ഞാൻ വരെയുള്ള വേദനിപുണന്മാരും, വാചസ്പതയ വാക്കുകളെ ബഹുവിധം യുക്തികളിൽ പ്രയോഗിപ്പാൻ കഴിയുന്നവർ, അദ്യാപി ഇപ്പോഴും, അതുപോലെ യുക്തികളിൽ പ്രയോഗിപ്പാൻ കഴിയുന്നവരും, അദ്യാപി ഇപ്പോഴും, തപോവിദ്യാസമാധിഭി തപസ്, ഉപാസന, സമാധി എന്നിവ കൊണ്ടും, പശ്യന്തഃ അപി കാണുവാൻ പരിശ്രമിക്കുന്നുവെങ്കിലും, പശ്യന്തഃ അപി കാണാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും, പശ്യന്തം പരമേശ്വരൻ കണ്ടുകൊണ്ടിരിക്കുന്ന സർവേശ്വരനെ ന പശ്യന്തി സാക്ഷാത്തായിട്ട് അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിലത്തെ പദങ്ങളുടെ അർത്ഥവും. അപ്പം അതിലത്തെ അന്വയം നമുക്ക് നോക്കാം. സാക്ഷാൽ പ്രജാപതിപതി ഭഗവാൻ ഗിരിശഃ മനുഃ ദക്ഷാദയഃ പ്രജാധ്യക്ഷഃ നൈഷ്ഠികാഃ സനകാദയഃ മരീചിഃ അത്രംഗിരസൗ പുലഃ പുലസ്ത്യഃ ക്രതുഃ ഭൃഗു വസിഷ്ഠഃ ഇതി ഏതേ മദന്താഃ വാചസ്പതയഃ അദ്യാപി തപോവിദ്യാസമാധിഭിः പശ്യന്തഃ തപോവിദ്യാസമാധിः പശ്യന്തഃ അപി പശ്യന്തം പരമേശ്വരം ന പശ്യന്തി എന്നുള്ളതാണ് അന്വയം വരിക. ഒന്നുകൂടി പറയാം. സാക്ഷാൽ പ്രജാപതിപതി ഭഗവാൻ ഗിരിശഃ മനുഃ ദക്ഷാദയഃ പ്രജാധ്യക്ഷാഃ നൈഷ്ഠികാഃ സനകാദയഃ മരീചിഃ അത്രംഗിരസൗ പുലസ്ത്യഃ പുലഹ ക്രതുഃ ഭൃഗു വസിഷ്ഠഃ ഇതി ഏതേ മദന്താഃ ദിനഃ വാചസ്പതയഃ അദ്യാപി തപോവിദ്യാസമാധിഭിः പശ്യന്തഃ അപി പശ്യന്തം പരമേശ്വരം ന പശ്യന്തി. അതായത് പ്രജാപതി സാക്ഷാൽ ബ്രഹ്മദേവൻ ജ്ഞാന ആദി പരിപൂർണനായിരിക്കുന്ന ശിവൻ,
സ്വയംഭുവ മനു, ദക്ഷൻ മുതലായിട്ടുള്ള പ്രജാപതികൾ, നിത്യബ്രഹ്മചാരികളായിരിക്കുന്ന സനകൻ മുതലായിട്ടുള്ളവർ, മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ എന്നിവരും, അതുപോലെ മദന്താഹ ബ്രഹ്മവാദിനഃ മദന്താഹ ബ്രഹ്മവാദിനഃ ഞാൻ വരെയുള്ള വേദനിപുണന്മാരും, വാചസ്പതേഹ വാക്കുകളെ ബഹുവിധ യുക്തികളിൽ പ്രയോഗിപ്പാൻ കഴിയുന്നവർ, അദ്യാപി ഇപ്പോഴും തപോവിദ്യാസമാധിഭി തപസ്, ഉപാസന, സമാധി എന്നിവ കൊണ്ടും, പശ്യന്തഃ അപി കാണുവാൻ പരിശ്രമിക്കുന്നുവെങ്കിലും, പശ്യന്തം പരമേശ്വരം കണ്ടുകൊണ്ടിരിക്കുന്ന ആ സർവേശ്വരനെ, പശ്യന്തി സാക്ഷാത്തായിട്ട് അറിയുന്നില്ല. അപ്പോൾ സാക്ഷാൽ ബ്രഹ്മദേവൻ, ജ്ഞാനാദിപൂർണനായിരിക്കുന്ന ശിവൻ, സ്വയംഭുവ മനു, ദക്ഷൻ മുതലായവർ, പ്രജാപതികൾ, നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കുന്ന സനകാദികൾ, മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ എന്നിവരും, ബ്രഹ്മവാദികളായിരിക്കുന്ന ഞാൻ വരെയുള്ള വേദനിപുണന്മാരും, വാക്കുകളെ ബഹുവിധ യുക്തികളിൽ പ്രയോഗിപ്പാൻ കഴിയുന്നവർ, ഇപ്പോഴും തപസ്, ഉപാസന, സമാധി എന്നിവ കൊണ്ടും കാണുവാൻ പരിശ്രമിക്കുന്നുവെങ്കിലും ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സർവേശ്വരനെ സാക്ഷാത്തായിട്ട് അറിയുന്നില്ല. പ്രജാപതികളുടെ അധ്യക്ഷനായിരിക്കുന്ന സാക്ഷാൽ ബ്രഹ്മദേവൻ, ജ്ഞാനാദിപരിപൂർണരായിരിക്കുന്ന പരമശിവൻ, ദക്ഷൻ മുതലായ പ്രജാധ്യക്ഷന്മാർ, ജന്മം മുതൽക്ക് ദീക്ഷിച്ചു ദീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സനകാദിയോഗികൾ, മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ഞാൻ തുടങ്ങിയ, ഞാൻ എന്ന് പറഞ്ഞാൽ ഈ നാരദൻ, ഈ പറയുന്ന നാരദൻ, വേദനിപുണന്മാരെ, യുക്തിപൂർവ്വം വാദം ചെയ്യുവാൻ സമർത്ഥന്മാരായിരിക്കുന്ന മറ്റനേകം പേര്, തപസ്, ഉപാസന, സമാധി മുതലായിരിക്കുന്ന ഉപായങ്ങൾ കൊണ്ട് കാണുവാൻ വളരെ പരിശ്രമിക്കുന്നുവെങ്കിലും എല്ലാവരെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിയായിരിക്കുന്ന പരമേശ്വരനെ ഇന്നും കാണുന്നില്ല. നാരദാദികൾ ഈശ്വര സാക്ഷാത്കാരം ഉള്ളവർ തന്നെ എങ്കിലും ആ അവസ്ഥ സിദ്ധിപ്പാൻ വളരെ പ്രയാസം ആണെന്ന് കാണിപ്പാൻ വേണ്ടിയിട്ട് ഈ വിധം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്രജാപതികളുടെ സൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മാവ് സാക്ഷാൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ, മനു, ദക്ഷാദികളായിരിക്കുന്ന പ്രജാപതികൾ, മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ എന്നിവർ തൊട്ട് നാം നാരദൻ വരെയുള്ള ബ്രഹ്മവാദികളെ, തപസ്, വിദ്യാസമാധി ഇത്യാദികളാൽ തത്വങ്ങളെ പ്രതിപാദിക്കാൻ വാചാലതയുള്ളവരെ എന്നിങ്ങനെ മഹാന്മാരായവർ ഭഗവാൻ മാഹാത്മ്യം അറിവാൻ പരിശ്രമിക്കുന്നു. അവർ അതിനെ ദർശിക്കുന്നു. എന്നാൽ പൂർണ്ണമായിട്ട് ആ സാക്ഷാൽ ഈശ്വരൻ ആരെന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും വസിഷ്ഠൻ, ഞാൻ, നാരദൻ മുതലായ വേദനിപുണന്മാർ, യുക്തിപൂർവ്വം വാദം ചെയ്യുവാൻ സമർത്ഥന്മാരായ മറ്റനേകം പേര്, സമാധി മുതലായിട്ടുള്ള ഉപായങ്ങൾ കൊണ്ട് കാണുവാൻ വളരെ പരിശ്രമിക്കുന്നുവെങ്കിലും എല്ലാവരെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിയായിരിക്കുന്ന പരമേശ്വരനെ അവർ ഇന്നും കാണുന്നില്ല. നാരദാദികൾ ഈശ്വര സാക്ഷാത്കാരം ഉള്ളവരെങ്കിലും ആ അവസ്ഥ സിദ്ധിപ്പാൻ വളരെ പ്രയാസമുള്ളതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ സദാ അന്വേഷിച്ചിട്ടും ആ സർവസാക്ഷിയായിരിക്കുന്ന ഭഗവാനെ അവർ ഇപ്പോഴും അറിയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൽ ആ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. വ്യാഖ്യാനത്തിൽ കിംച ബ്രഹ്മ പലപ്പോഴും ആ ബ്രഹ്മാവ്, ശിവൻ, മനുർദക്ഷാദിഹ മനു ദക്ഷാദികൾ, സനകാദികൾ, മരീചിരത്രി അങ്കിരസ ആദയോ, മരീചി, അത്രി, അങ്കിരസ് തുടങ്ങിയിട്ടുള്ളവർ, ആദയോഹം, ഭൃഗുവസിഷ്ഠൻ തുടങ്ങിയതേ സർവേദ്യാപി അവരൊക്കെ സർവരും അതുപോലെ ഇപ്പോഴും തപോവിദ്യാസമാധിഭിർവൈ സമാധിഭിര്യൈ തപോ വിദ്യാസമാധികളെ കൊണ്ട് ആ കാണാൻ, പശ്യന്തോപി കാണുന്നുവെങ്കിലും ന പശ്യന്തി അവർ പൂർണ്ണമായിട്ട് ആ ഭഗവാനെ കാണുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കിഞ്ച ബ്രഹ്മാ ശിവോ മനുർദക്ഷാദയ, ബ്രഹ്മാവ്, ശിവൻ, മനു, ദക്ഷൻ തുടങ്ങിയവർ, സനകാദയോ മരീചിരത്രി അങ്കിരസാദയോഹം, മരീചി, അത്രി, അങ്കിരസ് തുടങ്ങിയവർ, അഹം ഞാൻ, നാരദൻ,
തുടങ്ങിയവരും ഭൃഗു വസിഷ്ഠൻ തുടങ്ങിയവരും ഏതേ ഇവരൊന്നും തന്നെ സർവേദ്യാപി ഇവരെല്ലാവരും അതുപോലെ അദ്യാപി ഇപ്പോഴും തപോവിദ്യാസമാധിപിര്യൈ തപസ് വിദ്യാ സമാധി തുടങ്ങിയവ ആചരിക്കുന്നവർ ഒക്കെ പശ്യന്തോപി അങ്ങനെ അവർ ഭഗവാനെ കാണുന്നുണ്ടെങ്കിലും സർവസാക്ഷിയായിരിക്കുന്ന ഭഗവാനെ കാണുന്നുണ്ടെങ്കിലും ന പശ്യന്തി അവരൊക്കെ പൂർണ്ണമായിട്ടും അതിനെ മനസ്സിലാക്കാൻ ആവുന്നില്ല എന്നുള്ളതാണ് ഈ 3 ശ്ലോകങ്ങളെ കൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ശബ്ദബ്രഹ്മണി ദുഷ്പാരേ ചരന്തവുരു വിസ്തരേ മന്ത്രലിംഗേർവിവച്ഛിന്നം ഭജന്തോ ന വിദുപരം. ശബ്ദബ്രഹ്മണി ദുഷ്പാരേ ചരന്തവുരു വിസ്തരേ മന്ത്രലിംഗേർവിവച്ഛിന്നം ഭജന്തോ ന വിദുപരം. വളരെ വിസ്തൃതം ആയിരിക്കുന്ന മറുകര എത്താത്തത് ആയിരിക്കുന്ന ആ വേദത്തിൽ ശബ്ദബ്രഹ്മത്തിൽ വ്യാപരിച്ചുകൊണ്ട് മന്ത്രങ്ങളാൽ ജ്ഞാപകങ്ങളായിരിക്കുന്ന ഇന്ദ്രാദിദേവന്മാരായിട്ട് വ്യത്യസ്ത രൂപങ്ങളിൽ ഭജിക്കുന്നവരായിട്ട് സാക്ഷാൽ ഈശ്വരനെ ആരെന്ന് അറിയുന്നില്ല. എല്ലാവരും വ്യത്യസ്ത രൂപത്തിലുള്ള ദേവതകളെ അങ്ങനെ ഭജിക്കും. എന്നാൽ ഈശ്വരൻ പരമമായിരിക്കുന്ന ഈശ്വര തത്വത്തെ അവർ ഒരിക്കലും അസാക്ഷി ഭൂതനായിരിക്കുന്ന ഈശ്വര തത്വത്തെ ആരും അറിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശബ്ദബ്രഹ്മണി ദുഷ്പാരേ ശബ്ദബ്രഹ്മ മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള അതിവിസ്തൃതം ആയിരിക്കുന്ന മറുകര എത്താത്ത ചരന്ത ഉരുവിസ്തരേ വേദത്തിൽ അങ്ങനെ വ്യാപരിച്ചുകൊണ്ട് അതുപോലെ മന്ത്രലിംഗൈഹി മന്ത്രങ്ങളാൽ ജ്ഞാപകങ്ങളായിരിക്കുന്ന മന്ത്രങ്ങളിൽ കൂടി പറയപ്പെടുന്ന വ്യവച്ഛിന്നം ഭജന്തോ അങ്ങനെ പറയപ്പെടുന്ന ദേവന്മാരെ ഇന്ദ്രാദിദേവന്മാരെയാണ് വ്യവച്ഛിന്നം എല്ലാവരും വ്യത്യസ്ത രൂപങ്ങളിൽ ഭജിക്കുന്നത്. പരം സാക്ഷാൽ എന്നാൽ സാക്ഷാൽ ഈശ്വരനെ ആരും അറിയുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഒരു വിസ്തരേ വളരെ വിസ്തൃതവും ദുഷ്പാരേ മറുകര എത്താത്തവരും ആയിരിക്കുന്ന ശബ്ദബ്രഹ്മണി വേദത്തിൽ ചരന്ത വ്യാപരിച്ചുകൊണ്ട് മന്ത്രലിംഗൈഹി മന്ത്രങ്ങളാൽ ജ്ഞാപകങ്ങളായിരിക്കുന്ന ഇന്ദ്രാദിദേവന്മാരായിട്ട് വ്യവച്ഛിന്നം വ്യത്യസ്ത രൂപങ്ങളിൽ ഭജന്ത ഭജിക്കുന്നവരായിട്ട് പരം സാക്ഷാൽ ഈശ്വരനെ ന വിദുഹു അവർ ആരെന്ന് അറിയുന്നില്ല. ഒന്നും കൂടി പറയാം. ഒരു വിസ്തരേ വളരെ വിസ്തൃതവും ദുഷ്പാരേ മറുകര എത്താത്തതും ആയിരിക്കുന്ന ശബ്ദബ്രഹ്മണി വേദത്തിൽ ചരന്ത വ്യാപരിച്ചുകൊണ്ട് മന്ത്രലിംഗൈഹി മന്ത്രങ്ങളാൽ ജ്ഞാപകങ്ങളായിരിക്കുന്ന ഇന്ദ്രാദിദേവന്മാരായിട്ട് വ്യവച്ഛിന്നം വ്യത്യസ്ത രൂപങ്ങളിൽ ഭജന്ത ഭജിക്കുന്നവരായിട്ട് പരം അങ്ങനെ തീർന്നിട്ട് സാക്ഷാത്തായിരിക്കുന്ന പരമമായിരിക്കുന്ന ഈശ്വരനെ ന വിദുഹു ആരെന്നറിയുന്നില്ല. ശബ്ദബ്രഹ്മമായിരിക്കുന്ന വേദം വളരെ വിസ്തീർണം ഉള്ളതും മറുകര പറ്റാൻ പ്രയാസമേറിയതും ആയിരിക്കുന്ന മഹാസമുദ്രം ആണ്. അതിലെ മന്ത്രങ്ങളാൽ വ്യവസ്ഥ ചെയ്യപ്പെട്ട ലക്ഷണങ്ങളോട് കൂടിയിരിക്കുന്ന ദേവന്മാരെ ഭജിക്കുന്നവർക്ക് പരിധിയില്ലാത്ത പരബ്രഹ്മത്തെപ്പറ്റി അറിയുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു വിസ്തരേ വളരെ വിസ്തൃതവും ദുഷ്പാരേ മറുകര എത്താത്തതും ആയ ശബ്ദബ്രഹ്മണി വേദത്തിൽ ചരന്ത വ്യാപരിച്ചുകൊണ്ട് മന്ത്രലിംഗൈഹി മന്ത്രങ്ങളാൽ ജ്ഞാപകങ്ങളായിരിക്കുന്ന ഇന്ദ്രാദിദേവന്മാരായിട്ട് വ്യവച്ഛിന്നം വ്യത്യസ്ത രൂപങ്ങളിൽ ഭജന്ത ഭജിക്കുന്നവരായിട്ട് പരം സാക്ഷാൽ ഈശ്വരനെ ന വിദുഹു ആരെന്ന് അറിയുന്നില്ല. എന്നുകൂടി പറയാം. ഒരു വിസ്തരേ വളരെ വിസ്തൃതവും ദുഷ്പാരേ മറുകര എത്താത്തതുമായിരിക്കുന്ന ശബ്ദബ്രഹ്മണി വേദത്തിൽ ചരന്ത വ്യാപരിച്ചുകൊണ്ട് മന്ത്രലിംഗൈഹി മന്ത്രങ്ങളാൽ ജ്ഞാപകങ്ങളായിരിക്കുന്ന ഇന്ദ്രാദിദേവന്മാരായി വ്യവച്ഛിന്നം വ്യത്യസ്ത രൂപങ്ങളിൽ ഭജന്ത ഭജിക്കുന്നവരായിട്ട് പരം സാക്ഷാത് ഈശ്വരനെ ന വിദുഹു ആരെന്നറിയുന്നില്ല. ശബ്ദബ്രഹ്മമായിരിക്കുന്ന വേദം വളരെ വിസ്തീർണമുള്ള ഉരുവിസ്തരേ ദുഷ്പാരേ ശബ്ദബ്രഹ്മണി ചരന്ത മന്ത്രലിംഗൈഹി വ്യവച്ഛിന്നം ഭജന്ത പരം ഈശ്വരം ന വിദുഹു എന്നാണ് അന്വയം. ഒരു വിസ്തരേ ദുഷ്പാരേ ശബ്ദബ്രഹ്മണി ചരന്ത മന്ത്രലിംഗൈഹി വ്യവച്ഛിന്നം ഭജന്ത പരം ഈശ്വരം ന വിദുഹു. അപ്പോൾ വളരെ വിസ്തൃതവും മറുകരയെത്താത്തതും ആയിരിക്കുന്ന വേദത്തിൽ വ്യാപരിച്ചുകൊണ്ട് മന്ത്രങ്ങളാൽ ജ്ഞാപകങ്ങളായിരിക്കുന്ന ഇന്ദ്രാദിദേവന്മാരായിട്ട് വ്യത്യസ്ത രൂപങ്ങളിൽ ഭജിക്കുന്നവരായിത്തീരണു.
അങ്ങനെ സാക്ഷാത്തായിരിക്കുന്ന ഈശ്വരനെ ആരെന്ന് അറിയുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞ ശബ്ദബ്രഹ്മം ആയിരിക്കുന്ന വേദം വളരെ വിസ്തീർണമുള്ളതും മറുകര പറ്റാൻ പ്രയാസം ഏറിയതുമായ ഒരു മഹാസമുദ്രമാണ്. അതിൽ മന്ത്രങ്ങളാൽ വ്യവസ്ഥ ചെയ്യപ്പെട്ട ലക്ഷണങ്ങളോടുകൂടിയ ദേവന്മാരെ ഭജിക്കുന്നവർക്ക് പരിധിയില്ലാത്ത പരബ്രഹ്മത്തെ പറ്റിയിട്ട് അറിയുവാൻ കഴിയുന്നില്ല. ഇന്ദ്രൻ്റെ ലക്ഷണം വജ്രഹസ്തത്വം, വജ്രം ധരിച്ചിരിക്കുന്ന ആൾ. ഇങ്ങനെ ഓരോ ദേവന്മാർക്കും ഓരോ ലക്ഷണം. അവർ ആ ലക്ഷണങ്ങളുടെ പരിധിയിൽ ഒതുങ്ങുന്നു, അഥവാ അവരെ ലക്ഷണങ്ങളെ കൊണ്ട് ഒതുക്കാൻ സാധിക്കുന്ന മന്ത്രങ്ങൾ വേദത്തിൽ ഉണ്ട്. അപ്പോൾ ആ മന്ത്രങ്ങളിലൂടെ അവരെ പൂർണ്ണമായിട്ട് അറിയാം. എന്നാൽ പരബ്രഹ്മം ലക്ഷണങ്ങൾക്ക് അതീതം ആകയാൽ ലിംഗഗ്രഹണത്തിലൂടെ അത് വേദ്യം അല്ല. ഇവിടെ ആ കർമ്മകാണ്ഡം ആണ് പരാമർശിക്കപ്പെട്ടത്. അപ്പോൾ വേദങ്ങൾക്ക് ആ ബ്രഹ്മത്തെ പറ്റി പ്രതിപാദിക്കാൻ പ്രാപ്തിയുണ്ടോ എന്ന ശ്രുതിഗീതയ്ക്ക് അവലംബമായിരിക്കുന്ന പ്രശ്നം പരോക്ഷമായിട്ട് ഇവിടെ വരുന്നു. വേദങ്ങൾക്ക് അത് മുഴുവനായിട്ട് ഈശ്വരനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിവിസ്തൃതവും അപാരവും ആയിരിക്കുന്ന വേദത്തിൽ തന്നെ നിഷ്ഠയുള്ളവരും മന്ത്രങ്ങളിൽ പരിച്ഛിന്നമായി പ്രതിപാദിക്കപ്പെടുന്ന ഇന്ദ്രാദി ദേവതകളെ തന്നെ ഭജിക്കുന്നവരും ആയിരിക്കുന്ന അവർ, ഈ പറയപ്പെടുന്ന എല്ലാവരും തന്നെ, ഇവരെല്ലാവരും ആ മന്ത്രത്തിൽ പറയപ്പെടുന്ന ലക്ഷണങ്ങളോട് കൂടിയിരിക്കുന്ന ഭഗവാനെ ഭജിക്കുന്നു എന്നല്ലാതെ ഈ ലക്ഷണത്തിന് അതീതം ആയിരിക്കുന്ന ആ പരബ്രഹ്മത്തെ പറ്റിയിട്ട് ആർക്കും അറിവില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്ദ്രാദി ദേവകളെ തന്നെ ഭജിക്കുന്നവരുമായിരിക്കുന്ന അവർ അപരിച്ഛിന്നനായിരിക്കുന്ന ഈശ്വരനെ അറിയുന്നില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രജാപതി ജ്ഞാനം ലഭിക്കാനുള്ള ആ പ്രയാസാധിക്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. അർത്ഥവിചാരം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ അവധി കാണാതിരിക്കുന്നതും, അതിനൊരു അവധി കാണില്ല. അസംഖ്യം ആ ഗ്രന്ഥങ്ങൾ ഉള്ളതുകൊണ്ട് ആ വളരെ വിസ്താരം ഏറിയതുമായിരിക്കുന്ന ശബ്ദബ്രഹ്മത്തിൽ വേദത്തിൽ നർത്ഥം. പരിശ്രമിക്കുന്നവൻ ഇന്ദ്രാദി ദേവന്മാരുടെ സ്വരൂപത്തിൽ ആ മന്ത്രങ്ങളെ കൊണ്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആ പരമേശ്വരനെ ഭജിക്കുന്നവരാണെങ്കിലും അപരിച്ഛിന്നനായിരിക്കുന്ന ഭഗവാനെ പരിച്ഛിന്ന ഭാവത്തിൽ ഭജിക്കുന്നവരാകയാൽ അവർ ഭഗവാന്റെ ആ പരമതത്വത്തെ അറിയുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം നമ്മൾക്ക്. വിസ്തരേ അത്യധികം വിസ്തരിക്കുന്ന വേദങ്ങളെ കൊണ്ട് വർത്തമാന കർമ്മ ഭജന്ത, വേദങ്ങളിൽ കർമ്മകാണ്ഡങ്ങളിൽ കൂടിയിട്ട് ആ ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഈശ്വരം ന വിദുഹു, ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നുള്ളൂ. അതിവിസ്തരേ വേദേ വർത്തമാന കർമ്മ, അതിവിസ്താരം ഏറിയ വേദങ്ങളിൽ കൂടി വർത്തമാനത്തിൽ ഉള്ള ആ കർമ്മങ്ങളെ കൊണ്ട് ഭജിക്കുന്നവർക്ക് ഈശ്വരം ന വിദുഹു, കർമ്മകാണ്ഡങ്ങളാൽ ഭഗവാനെ ഭജിക്കുന്നവർക്ക് ആ ഈശ്വരനെ ന വിദുഹു അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലത്തെ ആ വ്യാഖ്യാനം. അതിവിസ്തരേ വേദേ വർത്തമാന കർമ്മ ഭജന്ത ഈശ്വരം ന വിദുഹു എന്നുള്ളതാണ് ഇതിൽ ആ അർത്ഥം ആയിട്ട് പറയുന്നത്. അതിവിസ്തൃതവും അപാരവുമായിരിക്കുന്ന വേദത്തിൽ തന്നെ നിഷ്ഠയുള്ളവരും മന്ത്രങ്ങളാൽ പരിച്ഛിന്നം ആയിട്ട് പ്രതിപാദിക്കപ്പെടുന്ന ആ ഇന്ദ്രാദി ദേവതകളെ തന്നെ ഭജിക്കുന്നവരും ആയിരിക്കുന്ന അവർ അപരിച്ഛിന്നമായിരിക്കുന്ന ഈശ്വരനെ അറിയുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ.